പ്രിയപ്പെട്ട കുട്ടികളെ, 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രകൃതിയുടെ മനോഹാരിതയെക്കുറിച്ചും ആ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ കുറിച്ച് ആ പാഠത്തിൽ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് 2ാമത്തെ പാഠത്തിലേക്ക് കടക്കാം. വയമേവ സംരക്ഷകാഹ, നമ്മളാണ് സംരക്ഷകരാകേണ്ടത്. വനത്തിലെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ആ വനത്തെ സംരക്ഷിക്കേണ്ടത് നമ്മളാണ് എന്ന് മൃഗങ്ങൾ പറയുന്നു. അപ്പം മൃഗങ്ങളാണ് സംരക്ഷിക്കേണ്ടതെന്ന് അവർ തന്നെ പറയുമ്പോൾ മനുഷ്യരായ വിശേഷബുദ്ധിയുള്ള നമ്മൾ മനുഷ്യരും വനത്തെ സംരക്ഷിക്കാനായിട്ട് ചുമതലയുള്ളവരാണ്, ബാധ്യസ്ഥരാണ്. കാരണം വനം ജീവനമാണ്. വനമില്ലെങ്കിൽ ജീവിതമില്ല. വനമില്ലെങ്കിൽ ജീവിതമില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. വനത്തിലെ ധാരാളം വിഭവങ്ങൾ മനുഷ്യർ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പിന്നെ വനത്തിലെ വൃക്ഷങ്ങളുടെ നിലനിൽപ്പ് കൊണ്ടാണ് പ്രാണവായു നമുക്ക് കിട്ടുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ സയൻസിലും സാമൂഹ്യ പാഠത്തിലും എല്ലാം പഠിക്കുന്നതാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല വനം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. അപ്പോൾ നമുക്ക് ഈ വയമേവ സംരക്ഷക എന്നുള്ള 2ാമത്തെ പാഠം നമുക്ക് പഠിക്കാം. പ്രവേശക ചിത്രം, പ്രവേശകം എന്നുള്ള ആ ഭാഗത്ത് നമ്മളോട് പറയുന്നു, വനസ്യ മനോഹരം ചിത്രം പശ്യതു, വനത്തിൻ്റെ മനോഹരമായ ചിത്രം കാണൂ. ചിത്രം കൊടുത്തിട്ടുണ്ട്. മാനുകൾ വെള്ളം കുടിക്കുന്നു, കടുവകൾ, പുലികൾ, ആനക്കൂട്ടം, കുരങ്ങന്മാർ, വൃക്ഷലതാദികളെല്ലാം കൊടുത്തിട്ടുണ്ട്. ചിത്രേ കേ കേ സന്ധി, ചിത്രത്തിൽ ആരൊക്കെയാണുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. വന്യമൃഗാഹ, വന്യമൃഗാഹ എന്ന് പറഞ്ഞാൽ വനത്തിലെ മൃഗങ്ങൾ. വനേ ഭവഹ വന്യഹ എന്നാണ്. അപ്പോൾ വന്യമൃഗാഹ എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങൾ. പക്ഷിണഹ, പക്ഷികൾ. ലഘുപ്രാണിനഹ ച സന്ധി, പറവകളെ പോലുള്ള, തേനീച്ചകളെ പോലുള്ള ധാരാളം ചെറുപ്രാണികളുമുണ്ട്. തേ വനം ആശ്രിത്യ ജീവന്തി, വനമാശ്രിത്യ എന്നുള്ള പദം സന്ധി തിരിച്ചു പറയുമ്പോൾ, പദച്ഛേദം ചെയ്ത് പറയുമ്പോൾ വനം അധികം ആശ്രിത്യ, വനമാശ്രിത്യ ജീവന്തി. കേ കേ വനം ദൃഷ്ടവന്തഃ, നിങ്ങളിൽ ആരൊക്കെ വനം കണ്ടിട്ടുണ്ട്? ദൃഷ്ടവാൻ, ദൃഷ്ടവന്തോ, ദൃഷ്ടവന്തഃ. കണ്ടു എന്നുള്ള അർത്ഥത്തിലാണ് ദൃഷ്ടവന്തഃ ബഹുവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. കേ വനം ദൃഷ്ടവന്തഃ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ആരൊക്കെയാണ് വനം കണ്ടിട്ടുള്ളത്? വനസ്യ ആവശ്യകത ക, ഈ വനത്തിൻ്റെ ആവശ്യം എന്താണ്? ഭൂമിയിൽ വനം വേണ്ടുന്നത് എന്തിനാണ്? തസ്യ സംരക്ഷണം കേ കുറുവന്തി, ആ വനത്തെ ആരാണ് സംരക്ഷിക്കുക? ആമുഖമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. പ്രകൃതേഹേ സൗന്ദര്യം സീമാതീതമേവ, പ്രകൃതിയുടെ സൗന്ദര്യം സീമാതീതം. സീമ എന്ന് പറഞ്ഞാൽ അതിരെന്നാണ്. സീമാതീതം, സീമകൾക്കപ്പുറമാണ്, അതിരുകൾക്കപ്പുറമാണ്. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിധം പ്രകൃതി സൗന്ദര്യമുണ്ട് വനങ്ങൾക്ക്. അതാണ് പ്രകൃതേഹേ സൗന്ദര്യം സീമാതീതമേവ. പല്ലവൈഹി പുഷ്പൈഹി ഫലൈഹി ച അലങ്കൃതാഹ വൃക്ഷാഹ, പല്ലവം എന്ന് പറഞ്ഞാൽ തളിരുകളെ കൊണ്ടും, പുഷ്പൈഹി പൂക്കളെ കൊണ്ടും, ഫലൈഹി കായ്കളെ കൊണ്ടും, അതായത് പഴങ്ങളെ കൊണ്ടും, ച അലങ്കൃതാഹ വൃക്ഷാഹ. ചാലങ്കൃതാഹ എന്നുള്ളത് പദച്ഛേദം ചെയ്യുമ്പോൾ ച അധികം അലങ്കൃതാഹ, അലങ്കൃതാഹ വൃക്ഷാഹ ലതാഹ ച പ്രകൃതേഹേ സൗന്ദര്യം വർദ്ധയന്തി. അപ്പോൾ തളിരിട്ട് പൂവിട്ട് കായ്ച്ചു നിൽക്കുന്ന വൃക്ഷങ്ങൾ പ്രകൃതിയുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നു. ആവാസവ്യവസ്ഥായാഹ ആധാരോ ഭവതി വനം, നമ്മുടെ ആവാസവ്യവസ്ഥയുടെ ആധാരമാണ്, അടിസ്ഥാനമാണ് വനം. ആധാരഹ അടിസ്ഥാനം, അടിസ്ഥാനം മലയാള വാക്കാണ്. ആധാരഹ എന്നുള്ള സംസ്കൃത വാക്ക് എന്ന് പറഞ്ഞാൽ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് വനം എന്നാണ് അതിൻ്റെ അർത്ഥം. സർവേ ചരാചരാഹ, ചരാചരങ്ങളെല്ലാം, ചരങ്ങളും അചരങ്ങളുമായ, സഞ്ചരിക്കുന്നവയും സഞ്ചരിക്കാത്തവയുമായ, ചലിക്കുന്നവയും ചലിക്കാത്തവയുമായ ധാരാളം ജീവജാലങ്ങൾ
വനത്തിലുണ്ട്. അതാണ് സർവേ ചരാചരാഹ വനമാശ്രിത്യ ജീവന്തി. എല്ലാ ചരാചരങ്ങളും, പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങളും വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നു. വനമധികം ആശ്രിത്യ വനമാശ്രിത്യ. വനം വിനാ ജീവനം സുഖരം ന ഭവതി. വനം വിനാ, വനത്തെ കൂടാതെ, അത് വനമില്ലെങ്കിൽ, വിനാ കൂടാതെ എന്നാണ്, ജീവനം സുഖരം ന ഭവതി, ജീവിതം സുഖകരമാവുകയില്ല, എളുപ്പമാവുകയില്ല എന്നർത്ഥം. അസ്മാകം സ്വസ്ഥിതയെ, നമ്മുടെ സുസ്ഥിതിക്ക്, അതായത് നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള നമ്മുടെ നിലനിൽപ്പിനും, വസുധായാഹ സന്തുലിതാവസ്ഥായൈച, വസുധയുടെ, ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്കും വനം ഉപകരോതി, വനം ഉപകരിക്കുന്നു. അപ്പോൾ വനത്തെ കൊണ്ടുള്ള പ്രയോജനങ്ങളാണ് ഈ പറഞ്ഞത് മുഴുവനും. വനമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് നമുക്ക് നോക്കാം. കസ്മിൻശ്ചിത് വനേ കശ്ചന മയൂരഹാസിത്. കസ്മിൻശ്ചിത് വനേ എന്ന് പറഞ്ഞാൽ ഒരു വനത്തിൽ, ഏതോ ഒരു വനത്തിൽ, നമുക്ക് ആ വനത്തിൻ്റെ പേരറിയില്ല, അതുകൊണ്ടാണ് കസ്മിൻശ്ചിത് വനേ കശ്ചന മയൂരഹ ആസീത്. ഒരു മയൂരഹ, ആരാണ്? ബർഹി, മയില് ഉണ്ടായിരുന്നു. സഹ സ്വയം സുന്ദരം മന്യമാനഹ, അയാൾ സ്വയം, താൻ തന്നെ സുന്ദരനാണെന്ന് മന്യമാനഹ ചിന്തിച്ചുകൊണ്ട്, ചിന്തയൻ എന്നാണ് അതിൻ്റെ അർത്ഥം. മന്യമാനഹ, ചിന്തയൻ എന്നുള്ളത് ശത്രുപ്രത്യാന്തമായ പദമാണ്. മന്യമാനഹ എന്നുള്ളത് ശാനച്ചു പ്രത്യാന്തമായ പദമാണ്. ഇതിപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കായിരിക്കും, ശത്രുപ്രത്യാന്തം, ശാനച്ചു പ്രത്യാന്തം. ഇതൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് വരുന്നതാണ്. ആ പദങ്ങൾ ഉണ്ടായിരിക്കുന്നത് ചില പ്രത്യയങ്ങൾ ചേർന്നിട്ടാണ്, അതാണ് പറഞ്ഞത്. അപ്പോൾ സഖ മയൂരഹ, ആ മയൂരം, ആ മയില്, സ്വയം സുന്ദരം മന്യമാനഹ, സ്വയം ഞാൻ സുന്ദരനാണ് എന്ന് മന്യമാനഹ ചിന്തിക്കുന്നവനായിട്ട്, ഇതരാൻ പരിഹസതി സ്മ, ഇതരാൻ മറ്റുള്ളവരെ, ഇതരഹ മറ്റൊരു വ്യക്തിക്കാണ് ഇതരഹ, അന്യരെ എന്നൊക്കെ അർത്ഥം. മറ്റുള്ളവരെ പരിഹസതി സ്മ, പരിഹസിച്ചിരുന്നു. സ്മ ചേർക്കുമ്പോൾ നമുക്ക് വർത്തമാനകാല ക്രിയയുടെ കൂടെ സ്മ എന്ന ഉപപദം ചേർക്കുമ്പോൾ ഭൂതകാലത്തിൻ്റെ അർത്ഥം കിട്ടുന്നു. അതിന് നിയമമുണ്ട്. പാണിനി വൈയാകരണനായ പാണിനി, വ്യാകരണകർത്താവായ പാണിനി നിയമമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾ 8ാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളൂ. ആ നിയമമൊക്കെ നമുക്ക് 9ലേക്കൊക്കെ ആകുമ്പോൾ പഠിക്കാം. മമ ബർഹാണി, ബർഹം എന്ന് പറഞ്ഞാൽ പീലികളാണ്. മമ ബർഹാണി, എൻ്റെ പീലികൾ, വർഷാകാർമുഖമിവ, മഴവില്ല് പോലെ. വർഷകാലത്തെ വില്ലാണ് മഴവില്ല്. വർഷാകാർമുഖമിവ, മഴവില്ല് പോലെ. ബഹുവർണോപേതാനി ഭവന്തി, ധാരാളം നിറങ്ങൾ നിറഞ്ഞതാണ്, ധാരാളം നിറങ്ങളുള്ളതാണ്. ബഹുവർണം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള നിറങ്ങൾ, ഉപേതം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള നിറങ്ങളോടുകൂടി ചേർന്നതാണ്. അതായത് കളർഫുള്ളാണ് എൻ്റെ പീലി, മഴവില്ല് പോലെ മനോഹരമാണ് എൻ്റെ പീലികൾ എന്നാണ് നമ്മുടെ മയൂരം പറയുന്നത്. മമ ബർഹാണി വർഷാകാർമുഖമിവ ബഹുവർണോപേതാനി ഭവന്തി. അഹം ഇവ നർത്തനം കർത്തും, എന്നെപ്പോലെ നൃത്തം ചെയ്യുവാൻ ന കോപി ശക്നോതി, ആർക്കും കഴിയുകയില്ല. ഇത്യേവം ചിന്തയിത്വ, ഇതി എന്നിപ്രകാരം, ഏവം ഇതി അധികം ഏവം ഇത്യേവം. അപ്പോൾ ഇതി എന്നുള്ളൊരു തേകാരവും ഏവം എന്നുള്ളൊരു തേകാരവും കൂടെ ചേർന്നവിടെ നമുക്ക് യകാരം വന്നിട്ടുണ്ട്. എൺസന്ധി എന്നൊക്കെ പറയും. അപ്പോൾ ഇതി ഏവം ചിന്തയിത്വ, എന്നിപ്രകാരം ചിന്തിച്ചുകൊണ്ട്, ഗർവിഷ്ഠ സഹ കാനനെ സഞ്ചരതി സ്മ, ഗർവിഷ്ഠനായിട്ട്, അഹങ്കാരിയായിട്ട്, സഹ കാനനെ സഞ്ചരതി സ്മ, അയാൾ കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. മയൂരത്തിന് പൊതുവെ ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. മയൂരത്തിന് ശിരസിലൊരു ശിഖ പോലെ, കിരീടം പോലൊന്നുണ്ട്. അതുപോലെ വർണ്ണപ്പകിട്ടാർന്ന പീലികളുണ്ട്. ആ പീലി വിരിച്ചു മഴയത്ത് നൃത്തം ചെയ്യുന്നു. അപ്പോൾ ഞാനാണ് ലോകത്തെ ഏറ്റവും വലിയ കേമൻ എന്നൊരു ഭാവം മയൂരത്തിനുണ്ട്. കേകി എന്നുള്ള പദവും മയൂരം എന്നാണ് അർത്ഥം. ബർഹി, കേകി എന്നൊക്കെ അത് മയൂരത്തിൻ്റെ പര്യായ പദങ്ങളാണ്. ഏകദാ, ഒരിക്കൽ, കശ്ചന കാകഹ, ഒരു കാക്ക, വേഗേന ആഗത്യ, വേഗത്തിൽ വന്നിട്ട്, ഏവം അവതത്, ഇപ്രകാരം പറഞ്ഞു.
ആരോടാണ് പറഞ്ഞത്? മൃഗങ്ങളോടെല്ലാം. അതിൻ്റെ ചിത്രമോടെ കൊടുത്തിട്ടുണ്ട്. മൃഗങ്ങളെല്ലാം അവിടെ കൂടിയിട്ടുണ്ട്. അവരോട് പറയാണ്, ഐ മിത്രാണി, അല്ലയോ കൂട്ടുകാരെ, കശ്ചന മാനവഹ അസ്മാകം വനം നാശയതി. ഏതോ ഒരു മനുഷ്യൻ വന്ന് നമ്മുടെ വനം നശിപ്പിക്കുകയാണ്. ഐ മിത്രാണി എന്നുള്ളത് സംബോധനയാണ്. അല്ലയോ കൂട്ടുകാരെ. മിത്രം മിത്രേ മിത്രാണി അകാരാന്ത നവംസകലിംഗ ശബ്ദം. മിത്രം എന്നുള്ളത് കൂട്ടുകാരൻ എന്നുള്ള അർത്ഥത്തിൽ നവംസകലിംഗത്തിലുള്ള പദമാണ്. ഇനി മിത്രഹ എന്ന് നമ്മൾ പുല്ലിംഗത്തിലാണോ പറയുന്നതെങ്കിൽ സൂര്യഹ എന്ന അർത്ഥമാണ്. ആ അർത്ഥവ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ കാക്ക വന്നു പറഞ്ഞു, ഐ മിത്രാണി കശ്ചന മാനവഹാസ്മാകം വനം നാശീതി. ഏതോ ഒരു മനുഷ്യൻ നമ്മുടെ വനം നശിപ്പിക്കുന്നുണ്ട്. വാനരഹ അഹോ കഥം. അയ്യോ, എങ്ങനെയാണ് നശിപ്പിക്കുന്നത്? പേടിച്ചുപോയി. അവരെ ആ മൃഗങ്ങളുടെ എല്ലാം മുഖത്തെ ഭാവ ചിത്രത്തിലുണ്ട്. അവരൊക്കെ പേടിച്ചിട്ടിരിക്കുകയാണ്. കഗഹ മാനവഹ വൃക്ഷസ്യ ഛേദനം കുറുവന്നാസീത്. മാനവഹ മനുഷ്യൻ, അതായത് ആ കാട്ടിലേക്ക് എത്തിയ മനുഷ്യൻ, വൃക്ഷസ്യ ഛേദനം കുറുവന്നാസീത് വൃക്ഷത്തിൻ്റെ ഛേദനത്തെ ചെയ്യുകയായിരുന്നു. കുറുവൻ അധികം ആസീത്. കുറുവൻ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നവൻ, ചെയ്തുകൊണ്ടിരിക്കുന്നവൻ എന്നൊക്കെയുള്ള. ഞാൻ മുമ്പ് ശത്രുപ്രത്യാന്തമായ പദം എന്ന് പറഞ്ഞു. കുറുവൻ എന്നുള്ളത് ശത്രുപ്രത്യാന്ത പദമാണ്. ക്രിയമാണഹ എന്നുള്ളതാണ് അതിൻ്റെ തന്നെ ശാനച്ചു പ്രത്യാന്ത പദം. ഇരട്ട പ്രത്യയങ്ങളാണ്, രണ്ടിനും അർത്ഥം ഒന്ന് തന്നെയാണ്. മാനവഹ വൃക്ഷസ്യ ഛേദനം കുറുവന്നാസീത്. മനുഷ്യൻ, ആ കാട്ടിലേക്ക് വന്ന മനുഷ്യൻ മരം മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തത് പതിത്വ, അങ്ങനെ മുറിച്ചുകൊണ്ടിരുന്ന തത് പതിത്വ അത് വീണിട്ട്, അതായത് മുറിച്ച മരം വീണിട്ട്, മയൂരസ്യ നീടം ഭഗ്നമഭോത്, നമ്മുടെ മയിലിൻ്റെ കൂട് ഭഗ്നമഭോത് ഭഗ്നമായി പോയി, തകർന്നു പോയി എന്നർത്ഥം. വിശീർണമഭോത് ചിന്നിച്ചിതറിപ്പോയി. മയൂരഹ ദീനം രോദിതി, നമ്മുടെ മയില് ദയനീയമായി കരയുകയാണ് എന്ന് പറഞ്ഞു. കാക്ക പക്ഷിമൃഗാദികളോടൊക്കെ ആയിട്ട് പറയുകയാണ്. രോദിതി കരയുന്നു. രോദിതിയുടെ രൂപങ്ങൾ നിങ്ങളുടെ അഭ്യാസ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കണം. അത് വായിച്ച് പഠിക്കണം. അത് പ്രത്യേകിച്ച് എഴുതി തരേണ്ട ആവശ്യമില്ല, എല്ലാം കൊടുത്തിട്ടുണ്ട്. അടുത്ത ഭാഗം ഒരു മനുഷ്യൻ മരം മുറിക്കുന്നതും മയൂരത്തിൻ്റെ കൂട് തറയിൽ വീണ് ചിന്നിച്ചെതിരി കിടക്കുന്നതുമാണ്. ഈ നീടം എന്ന് പറഞ്ഞാൽ പക്ഷികൾ തന്നെ ഉണ്ടാക്കുന്ന കൂടിനാണ് നീടം എന്ന് പറയുന്നത്. പക്ഷികളെ സൂക്ഷിക്കാൻ വേണ്ടി, കൂട്ടിലടച്ച് സൂക്ഷിക്കാൻ വേണ്ടി മനുഷ്യനുണ്ടാക്കുന്ന കൂടിനാണെങ്കിൽ പഞ്ചരം എന്ന് പറയും. നീടവും പഞ്ചരവും തമ്മിൽ അങ്ങനത്തെ വ്യത്യാസമുണ്ട്. നിങ്ങൾ പഞ്ചരം എന്ന് പഠിച്ചിട്ടുണ്ടാവും, പക്ഷി കൂടെന്നുള്ള അർത്ഥത്തിൽ. അത് നമ്മൾ ഉണ്ടാക്കുന്ന കൂടാണ്. ഇത് നീടം എന്നുള്ളത് പക്ഷി തന്നെ ഉണ്ടാക്കുന്ന കൂടിനാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് നോക്കാം. അപ്പോൾ മനുഷ്യൻ മരം മുറിച്ചുകൊണ്ടിരിക്കുന്നു. മരത്തിൻ്റെ കഷ്ണം വീണിട്ട് മയൂരത്തിൻ്റെ കൂട് ചിന്നിച്ചെതിരി കിടക്കുന്നു. നോക്കാം. അപ്പോൾ നമ്മുടെ കാക്കയുടെ ആ വർത്തമാനം, മാനവഹ വൃക്ഷസ്യ ഛേദനം കുറുവന്നാസീത് തത് പതിത്വ മയൂരസ്യ നീടം ഭഗ്നമഭോത് മയൂരഹ ദീനം രോദിതി എന്നുള്ള വാക്ക് കേട്ടിട്ട് ഗജഹ വദത്, ആന പറയുകയാണ്, യദ്യപി മയൂരഹ അസ്മാൻ പരിഹസതി. യദ്യപി തഥാവി എന്നുള്ളത് ഒരു ക്ലോസാണ്. നിങ്ങൾ ഇംഗ്ലീഷിൽ ക്ലോസുകളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, അതുപോലെ. യദ്യപി മയൂരഹ അസ്മാൻ പരിഹസതി, മയൂരൻ നമ്മളെ പരിഹസിക്കുകയാണെങ്കിലും, അവൻ നമ്മളെ പരിഹസിക്കാറുണ്ട് എങ്കിലും, അതാണ് തഥാപി. യദ്യപി വന്നാൽ തഥാപി ചേർക്കണം. അങ്ങനെ യദ്യപി മയൂരഹാസ്മാൻ പരിഹസതി തഥാപി, ആ മയിൽ നമ്മളെ പരിഹസിക്കുന്നുണ്ട് എങ്കിലും, സഹ അസ്മാസു അന്യതമോസ്തി, അവൻ അസ്മാസു നമ്മളിൽ. അസ്മത് ശബ്ദത്തിൻ്റെ ഷഷ്ടി സപ്തമി ബഹുവചനമാണ് അസ്മാസു എന്നുള്ളത്. ഷഷ്ടിയല്ല, സപ്തമി ബഹുവചനം അസ്മാസു. നിങ്ങൾ ഇത്തരം വാക്കുകൾ വരുമ്പോൾ അർത്ഥം പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ അസ്മത് ശബ്ദവും യുഷ്മത് ശബ്ദവും ഒക്കെ ശരിക്കും പഠിച്ചു വെക്കണം, കാണാതെ പഠിച്ചു വെക്കണം. അസ്മത് ശബ്ദം അഹം, ആവാം, വയം എന്നുള്ള ശബ്ദമാണ്. നിങ്ങൾക്ക് ടീച്ചർമാർ അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും, അധ്യാപകർ പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കഴിഞ്ഞ 5, 6, 7 പാഠപുസ്തകങ്ങളിൽ ഉണ്ടാവണം. അത് കേട്ട് അത് വായിച്ച് ഉരുവിട്ട് പഠിച്ച് ഹൃദിസ്ഥമാക്കി വയ്ക്കണം. എന്നാലാണ് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. അസ്മാൻ പരിഹസതി
തഥാപി സഹ അസ്മാസു നമ്മളിൽ അന്യതമോസ്തി നമ്മളിൽ ഒരാളാണല്ലോ അവൻ. ഒരു കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്നിനെ പറയുമ്പോഴാണ് നമ്മൾ അന്യതമഹ എന്ന് പറയുന്നത്. അപ്പോൾ അസ്മാസു അന്യതമോസ്തി എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഒരുവനാണ്. അതഹ അതുകൊണ്ട് തസ്യ സഹായം അവനുള്ള സഹായം, അവന് വേണ്ടിയിട്ടുള്ള സഹായം അസ്മാകം കർത്തവ്യമേവ നമ്മുടെ കർത്തവ്യമാണ്, നമ്മുടെ ചുമതലയാണ്. അതായത് അവനെ സമാധാനിപ്പിക്കുകയും അല്ലെങ്കിൽ അവനെ വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ചുമതലയാണ്, നമ്മുടെ കടമയാണ്. കൂട്ടുകാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വന്നാൽ ബാക്കിയുള്ളവരാണ് അവരെ സമാശ്വസിപ്പിക്കുകയോ വേണ്ട സഹായം ചെയ്തു കൊടുക്കുകയോ ചെയ്യേണ്ട. അങ്ങനെ ഒരു പാഠവും കൂടി നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പാഠം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ഇവിടെ ഈ പാഠത്തിലൂടെ പഠിക്കുന്നു. ഗജസ്യ വചനം സർവേ അംഗീചക്രുഹു ആനയുടെ വാക്ക് എല്ലാവരും അംഗീചക്രുഹു അംഗീകരിച്ചു. അംഗീചകാര അംഗീചക്രതുഹു അംഗീചക്രുഹു. അത് ലിട്ട് എന്ന ലകാരത്തിലെയാണ്. നിങ്ങൾ ലിട്ട് അധികം പഠിച്ചിട്ടില്ല എങ്കിലും അങ്ങനെയുണ്ട്. ചകാര ചക്രതുഹു ചക്രുഹു. ആ ക്രിയാപദത്തിൻ്റെ കൂടെ അംഗീ ചേർത്തിട്ടാണ് അംഗീചക്രുഹു അംഗീകരിച്ചു. ബഹുവചനമാണത്. സർവേ പശവഹ പശവഹ പശുഹു പശു പശവഹ ഗുരുഹു ഗുരു ഗുരവഹ എന്നുള്ളതുപോലെ സർവേ പശവഹ എല്ലാ മൃഗങ്ങളും, ഇവിടെ പശു എന്ന് പറഞ്ഞിരിക്കുന്ന മൃഗങ്ങളെ ഉദ്ദേശിച്ചാണ്. സർവേ പശവഹ എല്ലാ മൃഗങ്ങളും ഏകീഭൂയ ഒറ്റക്കെട്ടായി ഒരു സംഘമായി തീർന്നിട്ട് മാനവം ആക്രമിതവന്തഹ മനുഷ്യനെ അങ്ങോട്ട് ആക്രമിച്ചു. ആക്രമിതവാൻ ആക്രമിതവന്തോ ആക്രമിതവന്തഹ എന്നാണ് അതിൻ്റെ കൂടുതലായിട്ടുള്ള രൂപം. തേഷാം ആക്രമണം സോഢും അവരുടെ ആ ജീവജാലങ്ങളുടെ മുഴുവനും അത് ആ ജന്തുക്കളുടെ മുഴുവനും അതാണ് തേഷാം അവരുടെ. തച്ഛബ്ദത്തിൻ്റെ പുല്ലിംഗത്തിൻ്റെ ഷഷ്ടി ബഹുവചനാണ് തേഷാം. സഹ തൗ തേ തം ദൗ താൻ തേന താഭ്യം തൈഹി തസ്മൈ താഭ്യം തേഭ്യഃ തസ്മാത് താഭ്യം തേഭ്യഃ തസ്യ തയോഃ തേഷാം തസ്മിൻ തയോഃ തേഷു. തേഷാം ആക്രമണം സോഢും അവരുടെ ആക്രമണത്തെ സഹിക്കുവാൻ. സോഢും എന്ന് പറഞ്ഞാൽ സഹിക്കുവാൻ. അശക്തഃ സഹ മാനവഃ അശക്തഃ ന ശക്തഃ കഴിയാത്തവൻ. ആ മൃഗങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒന്നിച്ചുള്ള ആക്രമണം സഹിക്കാൻ കഴിയാത്തവനായിട്ട് സഹ അയാൾ പ്രാണരക്ഷാർത്ഥം തതഹ പലായനമകരോത് പ്രാണരക്ഷയ്ക്ക് വേണ്ടി ജീവൻ കിട്ടാൻ വേണ്ടിയിട്ട് തതഹ അവിടെ നിന്ന് പലായനമകരോത്. ഈ തതഹ എന്നുള്ള വാക്കിന് വേറെയും അർത്ഥമുണ്ട്. തദനന്തരം അതിനുശേഷം എന്നർത്ഥമുണ്ട്. തതഹ അവിടെ നിന്ന്, ഇവിടുത്തെ അർത്ഥം അവിടെ നിന്നെന്നാണ്. തതഹ പലായനമകരോത് അവിടുന്ന് പലായനം ചെയ്തു, ഓടിപ്പോയി എന്നർത്ഥം. സർവേ മയൂരം സമാശ്വസിതവന്തഹ എല്ലാവരും മയൂരത്തെ ആശ്വസിപ്പിച്ചു, സമാശ്വസിപ്പിച്ചു. തസ്യ നേത്രാഭ്യാം അശ്രൂണി അവതൻ അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വീണു. അശ്രൂണി കണ്ണുനീര്, അശ്രൂണി അശ്രൂണി. അപ്പോൾ തസ്യ നേത്രാഭ്യാം അവൻ്റെ കണ്ണുകളിൽ നിന്ന്, നേത്രാഭ്യാം പഞ്ചമി ദ്വിവചനമാണ്, കണ്ണുകളിൽ നിന്ന് അശ്രൂണി അപതൻ. അപതൻ എന്നുള്ളത് ലങ്ങലകാരമാണ്. അപതത് അപതതാം അപതൻ, അഭവത് അഭവതാം അഭവൻ, അഗച്ഛത് അഗച്ഛതാം അഗച്ഛൻ, അപഠത് അപഠതാം അപഠൻ. ഇങ്ങനെ ലങ്ങലകാരമാണ് ഭൂതകാലത്തിലെ ക്രിയ, അപതമാണ് അപതൻ എന്നുള്ളത്. തദ്ദൃഷ്ട്വാ തത് അധികം ദൃഷ്ട്വാ അത് കണ്ടിട്ട്. ഭല്ലൂകഹ അപ്പോൾ അവിടെ ദൃഷ്ട എന്നുള്ള ക്വാപ്രത്യാന്ത അവ്യയം. തദ്ദൃഷ്ട ഭല്ലൂകഹ വനമസ്മാകം ഗൃഹം. വനം അസ്മാകം ഗൃഹം. വനം അസ്മാകം ഗൃഹം നമ്മുടെ വീടാണ്. അസ്മാകം അസ്മത് ശബ്ദത്തിൻ്റെ ഷഷ്ടി ബഹുവചനം. വനം നമ്മുടെ വീടാണ്. തസ്യ സംരക്ഷണം അസ്മാകം ദായിത്വമേവ അതിൻ്റെ സംരക്ഷണം നമ്മുടെ ദായിത്വമാണ്, നമ്മുടെ കടമയാണ്. അതായത് വനം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ദായിത്വം അധികം ഏവ. ഇത് ഈ അസ്മാകം അസ്മാസു എന്നൊക്കെയുള്ള വാക്കുകൾ വീണ്ടും വീണ്ടും ഈ പാഠത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അസ്മത് ശബ്ദം ശരിക്കും പറഞ്ഞാൽ കണ്ഠസ്ഥീകരിക്കണം, അതായത് ബൈഹാർട്ട് ചെയ്തിരിക്കണം, നമ്മുടെ മനസ്സിലുണ്ടാവണം, അതിൻ്റെയൊക്കെ അർത്ഥവും മനസ്സിലാക്കി വെച്ചിരിക്കണം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക്
തനിയെ 2 സംസ്കൃത പദങ്ങൾ വായിച്ച് അർത്ഥം ഒരു പാരഗ്രാഫോ മറ്റോ വായിച്ച് അർത്ഥം എടുക്കാനും പറ്റും. അപ്പം നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ പഠിക്കാത്ത പാഠഭാഗങ്ങളൊന്നും വായിച്ച് പിന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനൊക്കെ വരുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. വനം വിനാ ജീവനം അശക്യം ഖലു ഇത്യവതത്. വനത്തെ കൂടാതെ ജീവനം അശക്യം ഖലു. വനമില്ലെങ്കിൽ ജീവിതം അശക്യമാണല്ലോ. മുമ്പൊക്കെ ചെറിയ ക്ലാസ് മുതൽ ഒരു പാരഗ്രാഫ് തന്നിട്ട് അത് വായിച്ചിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നിട്ട് അതിൻ്റെ ഉത്തരം എഴുതാൻ പറഞ്ഞ് ചോദിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് പദങ്ങളുടെ അർത്ഥം അറിയണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അസ്മത് ശബ്ദം, യുഷ്മത് ശബ്ദം, അതുപോലെ സിദ്ധരൂപത്തിലെ ബാലശബ്ദം, പിന്നെ വനശബ്ദം, പിന്നെ ലതാശബ്ദം, സ്ത്രീലിംഗത്തിലുള്ള ലതാശബ്ദം, ഇങ്ങനെയുള്ളതൊക്കെ ഓരോന്നെങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നു. വനം വിന, ഈ വിനായുടെ പ്രയോഗം നമുക്കിപ്പോൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. വനം വിന, വനത്തെ കൂടാതെ. ജലം വിന, ജലത്തെ കൂടാതെ, ജലമില്ലാതെ, വനമില്ലാതെ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. വനം വിന ജീവനം അശക്യം ഖലു. വനമില്ലെങ്കിൽ ജീവിതം അശക്യമാണല്ലോ, ജീവിക്കാൻ പറ്റില്ലല്ലോ. ഇത്യവതത്, ഇതി അധികം അവതത്. ഈ വിനായുടെ പ്രയോഗം നിങ്ങൾ ശരിക്കും അറിഞ്ഞിരിക്കേണ്ടതാണ്. ജലം വിന മത്സ്യാഹ ന ജീവന്തി. ഒരു ഉദാഹരണത്തിന് നമുക്കത് പറയാവുന്നതാണ്. വായും വിന പ്രാണിനഹ ന ജീവന്തി. വായുവില്ലാതെ പ്രാണികൾ, ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ. ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. പഠിച്ചു വെച്ചിരിക്കണം എന്നല്ല, പഠിക്കണം, മനസ്സിലാക്കി പഠിക്കണം. അപ്പം ഞാൻ 2 സെൻറ്റൻസ് ഉദാഹരണം പറഞ്ഞു. ഇവിടെ വനം വിന ജീവനം അശക്യം ഖലു എന്നുള്ളതിന് അതുപോലത്തെ തന്നെ 2 സെൻറ്റൻസാണ് ഞാൻ പറഞ്ഞത്. ജലം വിന മത്സ്യാഹ ന ജീവന്തി. വെള്ളമില്ലെങ്കിൽ മത്സ്യങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. പ്രാണവായും വിന, അതായത് ഓക്സിജൻ ഇല്ലെങ്കിൽ. വായും വിന എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പ്രാണവായും വിന അഥവാ വായും വിന പ്രാണിനഹ ന ജീവന്തി. ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഗജഹ ഓതത്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭല്ലൂകം, കരടി പറഞ്ഞപ്പോഴാണ് കരടി എന്താണ് പറഞ്ഞത്? വനമസ്മാകം ഗൃഹം. വനമാണ് നമ്മുടെ വീട്. തസ്യ സംരക്ഷണം അസ്മാകം ദായിത്വം ഏവ. അതിൻ്റെ സംരക്ഷണം നമ്മളാൽ ചെയ്യപ്പെടേണ്ടതാണ്, നമ്മുടെ കടമയാണ്. ദായിത്വം, അത് കടമ എന്നുള്ള അർത്ഥത്തിലാണ്. വനം വിന ജീവനം അശക്യം ഖലു ഇതി അവതത്. വനമില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ എന്ന് കരടി പറഞ്ഞു. ഗജഹ അവതത്. അപ്പോൾ ആന പറയാണ് സാധു, ശരിയാണ്. സാധു എന്നുള്ളതിന് പകരം ഉപയോഗിക്കാവുന്ന വാക്കാണ് സമീചീനം, ഗുഡ്, കറക്റ്റ്, റൈറ്റ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ആ അർത്ഥത്തിലാണ് സാധു. സാധു, ശരിയാണ്. ദ്രുമാഹ വനസ്യ ആധാരാഹ. ദ്രുമാഹ വൃക്ഷാഹ, വൃക്ഷങ്ങൾ. വനസ്യ ആധാരാഹ, വനത്തിൻ്റെ ആധാരമാണ്, അടിസ്ഥാനമാണ്. അതായത് വനങ്ങളുണ്ടെങ്കിലേ ദ്രുവങ്ങളുണ്ടെങ്കിലേ വനങ്ങളുണ്ടാവുള്ളൂ എന്നർത്ഥം. ദ്രുമാഹ വനസ്യ ആധാരാഹ. വൃക്ഷങ്ങൾ, വൃക്ഷാഹ വനസ്യ ആധാരാഹ. വൃക്ഷങ്ങളാണ് വനത്തിൻ്റെ നിലനിൽപ്പ്, വനത്തിൻ്റെ അടിസ്ഥാനം. വൃക്ഷങ്ങളില്ലെങ്കിൽ വനമില്ല എന്നുള്ള അർത്ഥം. ദ്രുമം വിന വനം കഥം. ദ്രുമം വിന, വൃക്ഷത്തെ കൂടാതെ വനം കഥം. വനം എങ്ങനെ ഉണ്ടാകാനാണ്? വൃക്ഷമില്ലെങ്കിൽ വനം എങ്ങനെയുണ്ടാകും? തത്ര വയമേവ രക്ഷകാഹ ഭവേമ. അവിടെ നമ്മളാണ് രക്ഷകരാകേണ്ടത്. നമുക്ക് രക്ഷകരാകാം. ഭവേത് ഭവേദാം ഭവേയുഹു. ഭവേഹേ ഭവേദം ഭവേദ. ഭവേയം ഭവേവ ഭവേമ. ഇത് വീഥിലിംഗം എന്ന് പറയുന്ന ലകാരമാണ്. നമുക്ക് അങ്ങനെ ആയിത്തീരാം. നമുക്ക് വനത്തിൻ്റെ സംരക്ഷകരാകാം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് പദച്ഛേദം നോക്കാം. സീമാതീതം ഏവയാണ് സീമാതീതമേവ. സീമാതീതമേവ, സീമാതീതം അധികം ഏവ. വനമുപകരോതി, വനം അധികം ഉപകരോതി. തച്ഛ്രുത്വാ, തത് അധികം ശ്രുത്വാ. അന്യതമോസ്തി, അന്യതമഃ അധികം അസ്തി. തദ്ദൃഷ്ട്വാ, തത് അധികം ദൃഷ്ട്വാ. ഇനി വിഗ്രഹവാക്യം കൊടുത്തിട്ടുണ്ട്. സീമാതീതം, സീമായാഹാതീതം, സീമയും കടന്ന്, അതിര് കടന്ന് എന്നുള്ള അർത്ഥം. ആവാസവ്യവസ്ഥായാഹ, ആവാസായ വ്യവസ്ഥ, ആവാസവ്യവസ്ഥ. തസ്യാഹ എന്നുള്ള ഷഷ്ഠീവിഭക്തിയും കൂടെ ചേർക്കുമ്പോൾ ആവാസവ്യവസ്ഥായാഹ. അന്യതമഃ, അനേകേഷു ഏകഃ. ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞല്ലോ, കുറേ പേരുള്ളതിൽ ഒന്നിനെയാണ് നമ്മൾ അന്യതമഃ എന്ന് പറയുന്നത്. അതാണ് അനേകേഷു ഏകഃ. അപ്പോൾ ഈ പദച്ഛേദവും വിഗ്രഹവും എഴുതി അയച്ചു തരേണ്ട ആവശ്യമില്ല.
ബാക്കിയുള്ള ഒരുവിധം പ്രവർത്തനങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് എഴുതിയിട്ട് ഈ കൂട്ടത്തിൽ അയക്കുന്നുണ്ട്. അടുത്തത് പാഠഭാഗാത് ക്രിയാപദാനി ചിത്വ താന്യുപയുജ്യ നൂതന വാക്യാനി രചയതു. പാഠഭാഗത്തിലെ ക്രിയാപദങ്ങൾ കണ്ടുപിടിച്ചിട്ട്, ചിത്വ എന്ന് പറഞ്ഞാൽ ശേഖരിച്ച്, അതായത് കണ്ടുപിടിച്ച് കളക്ട് ചെയ്തിട്ട്, താനി ഉപയുജ്യ അവ ഉപയോഗിച്ച് നൂതന വാക്യാനി രചയതു പുതിയ വാക്യങ്ങൾ രചിക്കൂ. അതൊക്കെ നിങ്ങൾ തന്നെ ചെയ്ത് പരിശീലിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി കഥാസ്തംഭം ക്രമീകരോതു. കഥാസ്തംഭം ക്രമീകരിക്കാൻ 5 എണ്ണമാണ് തന്നിട്ടുള്ളത്. ആ 5 എണ്ണം ക്രമീകരിക്കാൻ വളരെ എളുപ്പമാണ്. വനേ കശ്ചന മനോഹരഃ മയൂരഃ അസ്തി, അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് സ്വസൗന്ദര്യേണ ഗർവിഷ്ഠഃ മയൂരഃ സർവാൻ പരിഹസതി സ്മ. മൂന്നാമത്തേത് മാനവഃ മയൂരസ്യ നീടം നാശയതി. നാലാമത്തേത് സർവേ മയൂരം സമാശ്വസിതവന്തഃ. അഞ്ചാമത്തേത് മൃഗാഃ വനസ്യ സംരക്ഷണം തേഷാം കർത്തവ്യമിതി മന്വതേ. അപ്പോൾ അതങ്ങനെ കഥാസ്തംഭം ക്രമീകരിക്കാം. നിങ്ങൾക്കത് ഞാൻ എഴുതിയിട്ട് തരുന്നുണ്ട്. പിന്നത്തേത് പാഠഭാഗം പഠിത്വ കൃത്വാന്തല്യബന്ധ പുനന്നന്താനി അവ്യേപദാനി ചിത്വ പട്ടികാം പൂരയതു. ഗൃഹീത്വ കൊടുത്തിട്ടുണ്ട് കൃത്വാന്തത്തിൽ. തശ്രുത്വ എന്നുള്ളിടത്ത് ശ്രുത്വ എന്നുള്ളത് മറ്റൊരു കൃത്വാന്തപദമാണ്. തദ്ദൃഷ്ട എന്നുള്ളിടത്ത് ദൃഷ്ട എന്നുള്ളത് മറ്റൊരു കൃത്വാന്തപദമാണ്. ഇതിൽ കണ്ടുപിടിക്കാത്ത കൃത്വാന്തപദങ്ങൾ ഇനിയും ഉണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണത്. ലബന്ധം അപഹൃത്യ കൊടുത്തിട്ടുണ്ട്. ആഗത്യ ഏകീഭൂയ, അത് 2 എണ്ണവും ഈ പാഠത്തിലുണ്ട്. തുമന്നന്തപദം സ്ഥാപയിതും കൊടുത്തിട്ടുണ്ട്. കർത്തും സോഢും, ഇത് 2ഉം തുമന്നന്തപദങ്ങളാണ്. അതും നിങ്ങൾക്ക് പിന്നെ അയക്കുന്ന കൂട്ടത്തിലുണ്ട്. ഇനി തഥാ യഥാതഥാ ഉദാഹരണാനുസാരം യഥാതഥാ ഉപയുജ്യ വാക്യാനി പരിവർത്തി ലിഖതു. വളരെ എളുപ്പമുള്ളൊരു പഠന പ്രവർത്തനമാണത്. ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. യഥാ ബാലഹ വാർത്താൻ ശൃണോതി തഥാ ഭീതിഹി ജായതേ. വാർത്ത കേൾക്കുമ്പോൾ ബാലകന് ഭയം തോന്നുന്നു. ഭയം തോന്നുന്ന വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അടുത്തത് രോഗഃ ജായതേ ആതുരാലയം പ്രവിശതി. യഥാ രോഗഃ ജായതേ തഥാ ആതുരാലയം പ്രവിശതി. അപ്പോൾ 2 സെൻറ്റൻസിനെ ഒറ്റയാക്കണം. അപ്പോൾ ഇടയ്ക്കുള്ള ഫുൾ സ്റ്റോപ്പ് വേണ്ട. യഥാ രോഗഃ ജായതേ തഥാ ആതുരാലയം പ്രവിശതി. അടുത്തത് യഥാ കാലഃ ഗച്ഛതി തഥാ പരിണാമഃ സംഭവതി. മൂന്നാമത്തേത് യഥാ അന്ധകാരഃ വ്യാപ്നോതി. എപ്പോഴാണോ ഇരുട്ട് പരക്കുന്നത്. തഥാ ദൃഷ്ടിഹി മന്ദീഭവതി. അന്നേരം നമുക്ക് കണ്ണിൻ്റെ കാഴ്ച മന്ദമാകുന്നു. മീൻസ് എല്ലാം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയില്ല എന്നർത്ഥം. അടുത്തത് യഥാ മാതാ ക്ഷീരമതാത്. എപ്പോഴാണോ അമ്മ പാല് കൊടുത്തത്. തഥാ ബാലകഃ രോദനം അവസ്ഥിതവാൻ. അപ്പോൾ കുട്ടി കരച്ചിൽ നിർത്തി. അപ്പോൾ യഥാ മാതാ ക്ഷീരമതാത് തഥാ ബാലകഃ രോദനം അവസ്ഥിതവാൻ. അടുത്തത് 5-ാമത്തേത് യഥാ പുത്രസ്യ സന്ദേശഃ ആഗതഃ തഥാ പിതാ സന്തുഷ്ടഃ അഭവത്. എപ്പോഴാണോ മകൻ്റെ മെസ്സേജ് കിട്ടിയത് അപ്പോൾ അച്ഛൻ സന്തോഷവാനായി. ഇനി അടുത്തത് ഉദാഹരണാനുസാരം ലകാരം പരിവർത്തി ലിഖതു. വർത്തമാനകാല ക്രിയ കൊടുത്തിട്ടുണ്ട്. അത് ലങ് ലകാരത്തിലേക്ക്, ഭൂതകാലത്തിലേക്ക് മാറ്റുവാണ് വേണ്ടത്. നമുക്ക് നോക്കാം. അത് ഗജഹ മൃഗാൻ വദതി എന്നുള്ളത് ഗജഹ മൃഗാൻ അവതത് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അരുണിമ ഗീതം ഗായതി, അത് മാറ്റി എഴുതുമ്പോൾ അരുണിമ ഗീതം അഗായത്. അടുത്തത് ഫിറോസ് ശീഘ്രം ധാവതി, ഫിറോസ് ശീഘ്രം അധാവത്. മൂന്നാമത്തേത് കത്രീന വാഹനം മന്ദം ചാലയതി, കത്രീന വാഹനം മന്ദം അചാലയത്. ഇതൊക്കെ ലങ് ലകാരത്തിലുള്ളതാണ് ഈ ക്രിയാപദങ്ങൾ. ലങ് ലകാരത്തിലേക്കാണ് നമ്മളോട് മാറ്റാൻ പറഞ്ഞിരിക്കുന്നത്. ലകാരം പരിവർത്തി ലിഖതു എന്ന് പറഞ്ഞ ഉദാഹരണം കൊടുത്തു, നമ്മൾ ആ ഉദാഹരണത്തിനനുസരിച്ച്. അടുത്തത് പ്രശാന്തഃ ചലച്ചിത്രം അപശ്യത്, ആരിഫ മിത്രായ പുസ്തകം അദാത്. ഇത്രയാണ് അവിടെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇനി ക്രിയാപദങ്ങൾ മാറ്റി എഴുതാനുള്ളത്. ഇനി അടുത്തത് അനുബന്ധം പഠിത്വ ഗ്രന്ഥകാരാണാം കൃതീനാം ച പട്ടികാം നിർമ്മാതു. സംസ്കൃത സാഹിത്യം ഗദ്യപദ്യമിശ്രൈഃ കാവ്യൈഃ സമ്പുഷ്ടം ഭവതി. സംസ്കൃത സാഹിത്യം ഗദ്യവും പദ്യവും
ചേർന്ന് ഉള്ള കാവ്യങ്ങളാൽ, അതായത് ഗദ്യപദ്യ മിശ്രൈഹി, ഗദ്യവും പദ്യവും ഒക്കെ ആയിട്ടുള്ള കാവ്യൈഹി, കാവ്യങ്ങളാൽ സമ്പുഷ്ടമാണ്, സമൃദ്ധമാണ്. പദ്യകാവ്യാനി സുവിദിതാനി ഖലു, പദ്യകാവ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ നല്ലോണം അറിയാവുന്നവരാണ്. സംസ്കൃതത്തിലെ പദ്യകാവ്യങ്ങളും മഹാകാവ്യങ്ങളും മറ്റും നിങ്ങൾക്ക് അറിവുള്ളതാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ട്. തത്ര പഞ്ചമഹാകാവ്യാനി പ്രസിദ്ധാനി, അതിൽ പഞ്ചമഹാകാവ്യങ്ങൾ പ്രസിദ്ധങ്ങളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. പഞ്ചമഹാകാവ്യങ്ങൾ കാളിദാസൻ്റെ കുമാരസംഭവം, രഘുവംശം എന്ന 2 മഹാകാവ്യങ്ങൾ, പിന്നെ മാഘമഹാകവിയുടെ ശിശുപാലവധം എന്ന കാവ്യം 3ആയി, പിന്നെ ഭാരവി എന്ന മഹാകവിയുടെ ഒരു മഹാകാവ്യം, പിന്നെ ശ്രീഹർഷൻ്റെ നൈഷധീയ ചരിതം എന്ന മഹാകാവ്യം, ഭാരവിയുടെ മഹാകാവ്യം കിരാതാർജുനീയം, പേരൊപ്പം പറയാൻ വിട്ടുപോയതാണ്. ഇനി ഗദ്യകാവ്യങ്ങൾ സുബന്ധു എന്ന കവിയുടെ വാസവദത്ത, ദണ്ഡി എന്ന കവിയുടെ ദശകുമാര ചരിതം, ബാണഭട്ടസ്യ കാദംബരി, ബാണഭട്ടൻ്റെ കാദംബരി, ഹർഷചരിതം, ബാണഭട്ടൻ കാദംബരി ഹർഷചരിതം എന്ന 2 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഹർഷചരിതം ച തത്ര പ്രസിദ്ധാഃ പ്രായശഃ സർവേ സഹൃദയാഃ, മിക്കവാറും എല്ലാ സഹൃദയരും ഗദ്യസാഹിത്യസ്യ ആസ്വാദകാഃ ഭവന്തി, ഗദ്യസാഹിത്യത്തിൻ്റെ ആസ്വാദകരാണ്. അപ്പോൾ ഗ്രന്ഥകാരാണാം കൃതീനാം ച പട്ടിക നിർമ്മാതു എന്നുള്ളിടത്ത് നമുക്ക് കാളിദാസഃ എന്ന് എഴുതിയിട്ട് കുമാരസംഭവം, രഘുവംശം 2 എഴുതാം. പിന്നെ മാഘമഹാകവി ശിശുപാലവധം, ഭാരവി കിരാതാർജുനീയം, ഇനി ശ്രീഹർഷ നൈഷധീയ ചരിതം. ഇത് പട്ടികപ്പെടുത്തിയിട്ടില്ല, അതും കൂടി പട്ടികപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. പിന്നെ സുബന്ധു അദ്ദേഹത്തിൻ്റെ കൃതി വാസോദത്ത, ദണ്ഡി ദശകുമാരചരിതം, ഇനി ബാണഭട്ട കാദംബരി ഹർഷചരിതം. ഇങ്ങനെ പട്ടികപ്പെടുത്തി നിങ്ങൾ പഠിക്കണം. പരീക്ഷയ്ക്ക് വരാവുന്ന ഒരു കാര്യമാണത്. ഇനി അമരകോശം, വ്യാകരണ വിശേഷം എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിനാവിളംബം ഇത്യത്ര പൃഥക് വിനാ നാനാധിഭിസ് തൃതീയ അന്യതരസ്യാം എന്ന സൂത്രപ്രകാരം വിന എന്ന ശബ്ദത്തിൻ്റെ കൂടെ തൃതീയയും പഞ്ചമിയും ദ്വിതീയയും വരാം. ഇവിടെ നമ്മൾ പഠിച്ചത് ദ്വിതീയയുടെ പ്രയോഗമാണ്. ജലം വിനാന്നടുത്ത് ജലേന വിനാന്നും പറയാം, ജലാത് വിനാന്നൊക്കെ പറയാം, അതാണ്. പക്ഷെ നമ്മളിവിടെ പഠിക്കുന്നത് ദ്വിതീയ വിഭക്തിയുടെ കൂടെയാണ്. ആ ദ്വിതീയ വിഭക്തിയുടെ കൂടെയുള്ള പ്രയോഗമാണ് കൂടുതലായിട്ടുള്ളത്. സഞ്ചരതി സ്മ ഇത്യത്ര സ്മയോഗേ ഭൂത അനദ്യതന പരോക്ഷേ ലട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് വർത്തമാനകാലക്രിയയുടെ കൂടെ സ്മ എന്ന ഉപപദം ചേരുമ്പോൾ ഭൂതകാലത്തിൻ്റെ അർത്ഥം കിട്ടുന്നു. വാനരസ്യ പൃഷ്ഠത, വാനരൻ്റെ പിറകിൽ, ഇത്യത്ര പൃഷ്ഠത ഇത്യസ്യ യോഗേ, പൃഷ്ഠത എന്നുള്ളതിൻ്റെ യോഗത്തിൽ, അത് പൃഷ്ഠത എന്നുള്ളത് ചേരുമ്പോൾ ഷഷ്ടി വിഭക്തി, ഷഷ്ടി അസദർത്ഥ പ്രയോഗ എന്നുള്ള സൂത്രങ്ങളൊന്നും പഠിക്കേണ്ട, നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അടുത്തത് കോശം, അതായത് പര്യായ പദങ്ങൾ. വസുധ ഭൂമി, ഭൂമിക്ക് ധാരാളം പര്യായപദങ്ങൾ നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. പുസ്തകത്തിലുള്ളത് കൂടാതെ കുറച്ചും കൂടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഭൂമിഹി, വസുമതി, ഉർവി, വസുന്ധര, സർവംസഹ, ക്ഷിതിഹി, ക്ഷോണിഹി, ക്ഷ്മാ, ഭൂഹു, പൃഥ്വി. പൃഥ്വി 2 ഉണ്ട്. ഇനി വ്യാധ, മൃഗവധാജീവ, മൃഗങ്ങളെ വധിച്ച് ജീവിക്കുന്നവൻ, മൃഗങ്ങളെ കൊന്ന് അതുകൊണ്ട് കച്ചവടം ചെയ്ത് ജീവിക്കുന്നവൻ. മൃഗയുഹു, വേട്ടക്കാരൻ. ലുബ്ധഗ, വ്യാധ എന്നുള്ള മറ്റൊരു പദം. ഇനി വനം, അടവി, അരണ്യം, വിപിനം, കാനനം, കാന്താരം, ഗഹനം, ഇത്രയും പദങ്ങളുണ്ട്. അപ്പം ഗ്രന്ഥകാരന്മാരുടെ പേരുകളും കൂടി, ഗ്രന്ഥകാരന്മാരുടെ അവരുമായിട്ട് ബന്ധപ്പെട്ട കൃതികളും എഴുതിയിട്ട് അതും നിങ്ങൾക്ക് തരുന്നതാണ്. ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, എങ്കിലും അതും കൂടെ തരുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച് ഈ പുസ്തകത്തിലുള്ളത് മാത്രമുള്ള പഠനത്തിൽ ഒതുക്കാതെ എന്തെങ്കിലും സംസ്കൃതം വായിക്കാൻ കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് വായിച്ച്, ഇപ്പം നാരായണീയം വായിക്കുക,
ഭാഗവതം വായിക്കുക എന്നൊക്കെ പറയുന്ന വലിയ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സമൂഹത്തിൽ. അത് മുമ്പ് സംസ്കൃതം പഠിച്ചിട്ടില്ലാത്ത ആളുകൾ വളരെ കഷ്ടപ്പെട്ട് ഇപ്പോൾ സംസ്കൃതം പഠിക്കാൻ നോക്കുകയും ഇതൊക്കെ വായിക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കുട്ടികളാണെന്ന് വിചാരിച്ച് നിങ്ങളതൊന്നും ചെയ്യാതിരിക്കണ്ട. നിങ്ങളെക്കൊണ്ട് കഴിയുന്നതൊക്കെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ചെറിയ ചെറിയ വാക്കുകളും വാചകങ്ങളും ഒക്കെ കാണുമ്പോൾ അതിലെന്താണ് മീനിങ് എന്ന് ഒന്ന് സ്വയം ശ്രമിച്ചു നോക്കുക. അറിയില്ലെങ്കിൽ അധ്യാപകരോട് ചോദിക്കുക. എന്നിട്ട് സംസ്കൃതം അറിയാവുന്നവരായി മാറുക. നിങ്ങൾ 10ാം ക്ലാസ് വരെയോ 12ാം ക്ലാസ് വരെയൊക്കെ സംസ്കൃതം സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത് പഠിച്ചിട്ട്, സെക്കൻഡ് ലാംഗ്വേജ് എന്നല്ല, ഒന്നാം ഭാഷയായിട്ട് സ്വീകരിച്ച് പഠിച്ചിട്ട്, സെക്കൻഡ് ലാംഗ്വേജ് ഞാൻ അറിയാതെ പറഞ്ഞാണ് കേട്ടോ, പിന്നെ ഒന്നാം ഭാഷയായിട്ട് എടുത്ത് പഠിച്ചിട്ട് നിങ്ങളോട് ആരെങ്കിലും ഒരു ചെറിയൊരു പാരഗ്രാഫ് വന്നിട്ട് മോളെ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നുള്ള മട്ട് ഭാവിക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് വായിച്ചു നോക്കട്ടെ പറയാം എന്ന് പറഞ്ഞ് അത് വായിച്ചതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തരായി തീരണം നിങ്ങൾ. 12ാം ക്ലാസ് വരെ, ചിലപ്പോൾ ചിലർ ഡിഗ്രിക്കൊക്കെ സംസ്കൃതം എടുത്തെന്ന് വരാം. അപ്പോൾ നമ്മൾ സംസ്കൃതം നമ്മുടെ സ്വാധീനത്തിലാവണമെങ്കിൽ ഇപ്പോഴേ നമ്മൾ നന്നായി പഠിച്ചു തുടങ്ങണം. അപ്പോൾ എല്ലാവർക്കും ഈ പിന്നെ പാഠം പഠിക്കാനുള്ള ആശംസയും പാഠം പഠിച്ചിട്ട് അഭിപ്രായം അറിയിക്കാനുള്ള നിർദ്ദേശം തരികയാണ്. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും പറയാം. ക്ലാസ് കൊള്ളാമോ, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ ചേർക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നോട് പറയാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ ഇനി ഒന്നും പറയാനില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ നിങ്ങളോട് ശബ്ദങ്ങൾ പഠിക്കുന്ന കാര്യം പറഞ്ഞു. ഇവിടെ ക്രിയാപദങ്ങൾ 2 കൊടുത്തിട്ടുണ്ട്, ധാതുരൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ കിം ശബ്ദത്തിൻ്റെ പുല്ലിംഗം അവിടെ കൊടുത്തിട്ടുണ്ട്. കഹ കൗ കേ, കം കൗ കാൻ, കേനകാഭ്യാം കൈഹി, കസ്മൈകാഭ്യാം ഗേഭ്യഃ, കസ്മാത് കാഭ്യാം ഗേഭ്യഃ, കസ്യ കയോഹോ കേഷാം, കസ്മിൻ കയോഹോ കേഷു. ഇതുപോലെയാണ് സഹ തൗ തേ, തം തൗ താൻ, തേനതാഭ്യാം തൈഹി, തസ്മൈതാഭ്യാം തേഭ്യഃ, തസ്മാത് താഭ്യാം തേഭ്യഃ, തസ്യ തയോഹോ തേഷാം, തസ്മിൻ തയോഹോ തേഷു എന്നുള്ള ഈ തച്ഛബ്ദവും കിം ശബ്ദവും ഒക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന കിം ശബ്ദം നിങ്ങൾ പഠിക്കുക. തച്ഛബ്ദം നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് ബോർഡിൽ എഴുതി തരും, ആവശ്യപ്പെട്ടവർ എഴുതി തരും. അങ്ങനെ എഴുതി തരുമ്പോൾ അതും പഠിക്കുക. അസ്മത് യൂഷ്മത് ശബ്ദം പഠിക്കുക. ഇതൊക്കെ സംസ്കൃത പഠനത്തിൻ്റെ ആധാരമായിട്ടുള്ള കാര്യങ്ങളാണ്, അതായത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം പഠിക്കാനായിട്ട് നിങ്ങൾ സ്വയം ശ്രമിക്കണം. അധ്യാപകരുടെ സഹായം ഉണ്ടാവും. ഈ ക്ലാസ്സിൽ കേൾക്കുന്നതും എല്ലാം ശ്രദ്ധിക്കുക. എല്ലാവർക്കും നന്ദി. ക്ലാസ് കേട്ടിട്ട് അഭിപ്രായം പറയുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതാണ്.